ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. 2-3 ദിവസത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടേ എന്താ കറി വെക്കാനെന്നും പറഞ്ഞുകൊണ്ട് വിഷമിച്ച് ഞാൻ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ ഈ മരത്തിൽ ഇങ്ങനെ ഇത്രയും പഴങ്ങൾ ഇങ്ങനെ നല്ലോണം പഴുത്തിങ്ങനെ നിൽക്കണത് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? കാരണം നമ്മുടെ മുറ്റത്ത് മുല്ലേക്ക് മണമില്ലാതെ പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലവ്ലോലിക്കൊക്കെ പോലെ ഇരിക്കും. നല്ല റെഡ് കളറിൽ ഇങ്ങനെ നല്ല ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കാണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇലയെല്ലാം പോയി ഇതിനകത്ത് നിറച്ചിങ്ങനെ ഫ്രൂട്ട്സ് മാത്രമായിട്ട് അതിൻ്റെ പഴങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ നല്ലോണം പഴുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഓട്ടമാണ്. ഓട്ടം ആയി കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ മരങ്ങളിൽ ഫുള്ളും ഇലയെല്ലാം പൊഴിഞ്ഞു പോയി ഇതുപോലെ കമ്പ് മാത്രമായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഇവിടുത്തെ എല്ലാ ഫ്രൂട്ട്സും തന്നെ ഇപ്പോൾ തീർന്നു തുടങ്ങി. എല്ലാ ഫ്രൂട്ട്സും തന്നെ തീർന്നു. ഈ ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാ ഫ്രൂട്ട്സും തീരും, ഉണ്ടായ ഫ്രൂട്ട്സ് എല്ലാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ മരത്തിനകത്ത് മാത്രമാണ് നമുക്കിവിടെ ഫ്രൂട്ട്സ് ഉള്ളത്. അതിപ്പോൾ ഇങ്ങനെ ഇലകളെല്ലാം പോയി ഇങ്ങനെ നിറച്ചിങ്ങനെ ഇതിങ്ങനെ നല്ലോണം പഴുത്ത് വെക്കാണ്. നമ്മുടെ നാട്ടിൽ ലവ്ലോലിക്ക പോലെ തന്നെ ശരിക്കും ഇരിക്കണേ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ലവ്ലോലിക്കാണെന്ന് തോന്നും കേട്ടോ, കാരണം ഇത്രയും ചെറുതായിട്ടല്ലേ ഇരിക്കണേ. പക്ഷേ ഇതാളുണ്ടല്ലോ, ഇത്രയും ഇങ്ങനെ ചെറുതാണെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ, അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയട്ടെ. ഇതിൻ്റെ പേര് വന്നിട്ട് ക്രാബ് ആപ്പിൾ എന്നാണ് ഇതിന് പറയുന്നത്, ക്രാബ് ആപ്പിൾ ട്രീ. അപ്പോൾ ഇത് നമുക്കും അറിയത്തില്ലായിരുന്നു ഇത് ക്രാബ് ആപ്പിൾ, ഇത് ആപ്പിളാണോ എന്ന് നമുക്ക് ആദ്യം സംശയമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഭയങ്കര ചെറുതായിട്ടായിരിക്കും, ചെറിയ സാധനമാണ്. പക്ഷേ ഇത് സാധാരണ ഇവിടെയൊക്കെ എല്ലാവരും ഡെക്കറേറ്റീവ് ട്രീ ആയിട്ടാണ് നിർത്തുക. പക്ഷേ നമ്മൾ ഈ വീട് മേടിക്കുമ്പോൾ ഈ സാധനം ഇവിടെ ഡെക്കറേറ്റീവ് ട്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന് കഴിഞ്ഞാൽ, പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനങ്ങ് ആകെ ഭയങ്കര ഉപകാരങ്ങളായിപ്പോയി ഈ സാധനം കൊണ്ട് കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ അധോഗതിയും പരോഗതിയൊക്കെ അങ്ങ് മാറി. നമ്മൾ ഈ സംഭവം വെച്ചിട്ട് പല പല സംഭവങ്ങളാണ് ഉണ്ടാക്കിയിരിക്കണത്. ഈ ആപ്പിൾ പറിച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി, ഹൽവ ഉണ്ടാക്കി, വൈൻ ഉണ്ടാക്കി, ജാം ഉണ്ടാക്കി, അങ്ങനെ പല പല സംഭവങ്ങളാണ് ഇത് വെച്ചിട്ടുണ്ടാക്കിയത്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഇത് വെച്ചുണ്ടാക്കാനായിട്ട് അച്ചാറാണ്. അച്ചാറുണ്ടാക്കിയിട്ട് ഭയങ്കര സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നല്ലതാണെന്ന് തോന്നിയപ്പം നമ്മൾ കുറച്ച് പേർക്ക് കൊടുത്തു, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അപ്പോൾ അവരും ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഭയങ്കര നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു അച്ചാർ ഉണ്ടാക്കിയിട്ട്. ശരിക്കും ആപ്പിൾ ഇത് വെച്ചിട്ടുണ്ടാക്കിയ ആപ്പിളിൻ്റെ അച്ചാറാണെന്ന് നമുക്ക് തോന്നില്ല കേട്ടോ. അതുപോലെ അത്രയ്ക്ക് ടേസ്റ്റാണ്, ചെറിയൊരു പുളിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ ഇരിക്കണം. അതായത് നമ്മൾ ഈ ഉണക്ക മാങ്ങയൊക്കെ അച്ചാറിടില്ലേ, ഉണക്ക മാങ്ങയൊക്കെ അച്ചാറിടാം, അതുപോലെ ഇരിക്കും കേട്ടോ. പിന്നെ നെല്ലിക്കയൊക്കെ ഇടണം, അതുപോലെ ഒരു ടേസ്റ്റാണ് ഈ ക്രാബ് ആപ്പിൾ ട്രീ. അപ്പം ഇന്നിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി നോക്കി, വൈൻ ഉണ്ടാക്കി, ജാമ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വൈൻ ഉണ്ടാക്കാനുണ്ട്. കാരണം ഇതിങ്ങനെ ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് പൊഴിഞ്ഞു പോകും, വെറുതെ നിന്നിങ്ങനെ പൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മളിന്ന് എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ദിവസം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കറിയൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് ഇത് പറിച്ചിട്ട്, സാധാരണ നമ്മളെ മധുരപ്പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കാം, പൈനാപ്പിളും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഇട്ടിട്ട് പച്ചടി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാണ്. ഇത് വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇച്ചിരി പുളിയും ഇച്ചിരി മധുരമൊക്കെ ഉള്ള ഏത് ആപ്പിൾ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പച്ചടി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് രസമാണെന്ന് നോക്കിക്കേ. ഭയങ്കര നല്ല പഴുത്തിങ്ങനെ നല്ല തുടുത്തിങ്ങനെ നിൽക്കാണ്, നല്ല ഭംഗിയായിട്ട്. കഴിക്കുമ്പോഴാണെങ്കിലും ചെറിയൊരു, ഇതിപ്പോൾ അച്ചാറിടുന്ന സമയം കഴിഞ്ഞു, എന്നിരുന്നാലും ഇടാൻ വേണമെങ്കിൽ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട്. ഉപ്പൊക്കെ കൂട്ടി തിന്നാണെങ്കിലേ നല്ല ടേസ്റ്റ് ആയിക്കോട്ടോ, സൂപ്പർ സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണം. അപ്പം തണുപ്പായതുകൊണ്ട് തണുപ്പ് തുടങ്ങിയിട്ട് ഇവിടെ അയലണ്ടിൻ്റെ ഓട്ടം ഇപ്പോൾ ഈ ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് തണുപ്പ് തുടങ്ങിയതാണ്. ഇന്നിപ്പം കാറ്റൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി തണുപ്പിടാതെ ചാക്കരൊക്കെ ഇട്ട് ഇറങ്ങിയത് ഞാൻ. അതുപോലെ ഇവിടെ സണ്ണും ഇപ്പോൾ വരലുള്ളത്, വെയിൽ വരലും വളരെ കുറവാണ്. വെയിൽ കുറച്ച് നേരത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആവണതിന് മുമ്പായിട്ട് ഞാൻ വേഗം ഇതിൽ നിന്ന് കുറച്ച് പറിച്ചിട്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേഗം പറിക്കാമല്ലേ പച്ചടി. ഞാൻ അടുത്ത് കാണിച്ചു തരാട്ടെ. ഇത് നല്ല രസമാണെന്ന് നോക്കിയാൽ കുറച്ചുകൂടി അടുത്ത് കാണിച്ചു തരാട്ടെ. അങ്ങനെ നമ്മളിതേ ഇത്രയും പറിച്ചെടുത്തു കേട്ടോ. കല്ലു സ്കൂളിൽ നിന്ന് വിട്ട് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പറിച്ച് തന്നതേ
കല്ലും കുറേ പറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കല്ലുന് പച്ചടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ല കല്ലു? പച്ചടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിത് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയുണ്ട്, കുറേ ഉണ്ട്, നിറച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളതിനെ പിടിച്ച് വൈൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വൈൻ ഉണ്ടാക്കണം നമുക്കിനി. അതിന് മുമ്പ് നമുക്കിന്ന് എന്തായാലും പച്ചടി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത്രയും പറിച്ചിട്ടുണ്ട്. എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ നമുക്കിതിനെ വാഷ് ചെയ്തിട്ട്, ഇത് പ്രശ്നം എന്താണെന്നറിയാമോ, ഇത്രയും ചെറുതായതുകൊണ്ട് നമുക്കിതിനെ അരിഞ്ഞെടുക്കുമ്പോഴാണ് പാട്. കുറച്ച് നേരം നമ്മൾ നിൽക്കണം അതിങ്ങനെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കാനായിട്ട്. എന്താണെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് വേഗം കൊണ്ടുപോയി പച്ചടി ഉണ്ടാക്കാം. അച്ചാറില്ല, പച്ചടി ഉണ്ടാക്കാം അല്ലേ? പച്ചടി നമ്മൾ പറിച്ചെടുത്ത ആപ്പിളിനെ ഞാൻ നല്ലോണം വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ചെറിയ ആപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വേണം. അതായത് ഒരു 30-40 എണ്ണമെങ്കിലും ഞാൻ അരിഞ്ഞപ്പോഴാണ് ഇത്രയും കിട്ടിയത്. ഇനി നമ്മൾ സാധാരണ പച്ചടിക്ക് അരയ്ക്കണ പോലെ തന്നെ ഒരു ഹാഫ് മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും 1 സ്പൂൺ കടുകും കൂടി എടുത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ എടുത്ത് നമുക്ക് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയും കടുകും അതുപോലെ തന്നെ മുളകും കൂടി ഇട്ട് നമുക്ക് നല്ലോണം അരച്ച് നല്ല പേസ്റ്റാക്കി തന്നെ എടുക്കാം പച്ചടിക്ക് വേണ്ടിയിട്ട്. അത് പേസ്റ്റാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാൻ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആപ്പിൾ ഇട്ട് കൊടുക്കാം. പക്ഷേ ഒത്തിരി നേരം നമ്മൾ വേവിക്കേണ്ട കേട്ടോ, കാരണം ആപ്പിളിൻ്റെ ആ ടേസ്റ്റും എല്ലാം പോകും. കാരണം ഒത്തിരി വിധം പഴുത്തതുമാണല്ലോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുത്താൽ മതി. എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി നമ്മുടെ ആ പേസ്റ്റ് നല്ലോണം ഒന്ന് വേവണം. അതുവരെ കുറച്ച് നേരത്തേക്ക് ഒരു 2-3 മിനിറ്റ് അപ്പോഴത്തേക്കും നല്ലോണം അതിനകത്ത് പിടിച്ച് കഴിയും. അപ്പോൾ അത് നമ്മുടെ അരപ്പ് നല്ലോണം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി പച്ചടിക്ക് നമ്മൾ സാധാരണ രീതിയിൽ തൈര് ഒഴിക്കുമല്ലോ. അപ്പോൾ നല്ല കട്ട തൈര് ഒരു 4 ടേബിൾ സ്പൂണ് കട്ട തൈരും കൂടെ ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പച്ചടി റെഡിയാവും. പക്ഷേ ഇനി തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നേരം ചൂടാക്കരുത്, അത് പിരിഞ്ഞു പോവും. ഇനി പച്ചടിയുടെ മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിനകത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയുള്ളി ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റി കഴിഞ്ഞ് കുറച്ച് 2-3 വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അത് നമ്മുടെ പച്ചടിയുടെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രാബ് ആപ്പിൾ പച്ചടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വെറൈറ്റി ആഗ്രഹിക്കുന്ന ആർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന പച്ചടിയാണിത്. പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.